പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഫെബ്രുവരി മാസം 16-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വിശ്വാസത്തിന്റെ എതിരാളിയെയും വിശ്വാസികളുടെ എതിരാളിയെയും നാം തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ശത്രുവിനെയും അതേപോലെ വിശ്വാസികളുടെ ശത്രുവിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ രണ്ട് നിലവാരം ഞാനും നിങ്ങളും ഒന്ന് തിരിച്ചറിഞ്ഞാൽ വലിയ നിലകളിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്നവരെ ആഴമൊന്ന് തിരിച്ചറിയണമേ. വിശ്വാസത്തിന്റെ എതിരാളി എന്ന് പറയുന്നത് അവിശ്വാസം. ആ അവിശ്വാസം എന്നിലും നിങ്ങളിലും ഉടലെടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ആകുലപ്പെടുമ്പോഴും ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യത്തിലുമാണ് ഈ അവിശ്വാസം, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയില്ലയോ എന്നറിയാതെ ആകുലപ്പെട്ട് സാഹചര്യത്തിനകത്ത് മുങ്ങിപ്പോവുമോ അല്ലെങ്കിൽ തീർന്നു പോവുമോ എന്നൊക്കെയുള്ള ആ സാഹചര്യത്തിനകത്തേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മിൽ അവിശ്വാസം ഉളവാകുന്നത്, അല്ലെങ്കിൽ അവിശ്വാസം എഴുന്നേറ്റ് വരുന്നത്. വചനത്തിനകത്ത് ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ ഇതാ, എന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രയും ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അവിടെ ആഴം പറയുന്നത്, ഒരു ദിവസം കൊണ്ട് വാടിപ്പോകുന്ന പുല്ലിനെ ദൈവം ചമയിക്കുന്നു എങ്കിൽ എന്നെയും നിങ്ങളെ എത്രയധികം കാക്കാനും കരുതുവാനും ശക്തനാന്നുള്ളതാണ് ദൈവം വിളിച്ചു കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യമാണ് ഇമ്പോർട്ടന്റ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 31-ാമത്തെ വാക്യം. ആകയാൽ നാം എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. പ്രിയരെ, ഈ വാക്യമാണ് ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. നമ്മിൽ അവിശ്വാസം വരുന്നതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മെ ഭരിക്കുന്ന ആകുലതകളാണ്. ആകുലതകൾ ഒരു വ്യക്തിയുടെ മേലിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണമേ, അവൻ ജാതിയന് തുല്യനായിട്ടാണ് നിൽക്കുന്നത്. ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തെ ആഴമായി അവൻ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ വാക്യത്തിന്റെ ആഴം ഒന്ന് ശ്രദ്ധിക്കണമേ. ആകുലത, നാളെ എന്തായിത്തീരും, തലമുറയുടെ വിഷയം എങ്ങനെ ആയിത്തീരും, എൻ്റെ കാര്യം എന്താകും, ഇങ്ങനെ അനവധി ആകുലതകൾ നമ്മെ ഭരിക്കുമ്പോൾ നമ്മിൽ വിശ്വാസമല്ല ഉടലെടുക്കുന്നത്, നമ്മിൽ അവിശ്വാസം ഉടലെടുക്കുവാൻ തുടങ്ങും. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തിലേക്ക് കൊണ്ട് വരുന്നു. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരാളി അവിശ്വാസമാണ്. ആ അവിശ്വാസത്തെ നമ്മിൽ കൊണ്ടുവരുന്ന ഒന്ന് ആകുലതയാണ്, രണ്ട് സാഹചര്യമാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു.
ഈ വായിച്ചു കേട്ട വാക്യം എനിക്ക് നിങ്ങൾക്കും വളരെ സുപരിചിതമാണ്. പത്രോസ് കാറ്റ് കണ്ട് വെള്ളത്തിലേക്ക് മുങ്ങിത്തുടങ്ങുമ്പോൾ പത്രോസിന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന യേശുവിനെയാണ് ഈ വചന പശ്ചാത്തലം കാണിക്കുന്നത്. എന്നിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, അല്പവിശ്വാസിയെ എന്തിനു നീ സംശയിച്ചു? എന്നെ ശ്രദ്ധിക്കുന്നവരെ, വിശ്വാസത്തിൽ വിളിച്ചിറക്കിയ ദൈവം എന്നെയും നിങ്ങളെയും കാക്കുവാൻ ശക്തരാകുന്നുള്ള ഒരു വലിയ ഉറപ്പ് പത്രോസിനെ ആ പടകിൽ നിന്ന് ആ തിരമാലയുടെ മുകളിലൂടെ നടത്തുവാൻ വിളിച്ചിറക്കിയത് ദൈവമാണ്. സാഹചര്യം അവൻ കണ്ടപ്പോൾ, കാറ്റ് വിരോധമായി വീശുന്നത് കണ്ടപ്പോൾ അവൻ പേടിച്ചു തുടങ്ങി. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവമാണ് വിളിച്ചതെന്നും ദൈവമാണ് മുമ്പോട്ട് നടത്തുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മിൽ അവിശ്വാസം പൊങ്ങി വരുന്നു, നമ്മിൽ അല്പവിശ്വാസം പൊങ്ങി വരുന്നത് കാണാൻ കഴിയുന്നു. എന്നാൽ ഈ മേഖലകളെ ഉറപ്പോടെ എതിർത്തു നിന്നുകൊണ്ട് ജയിക്കുവാനായിട്ട് വലിയ വിശ്വാസത്തിന്റെ പകർച്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ എതിരെന്ന് പറയുന്നത് അവിശ്വാസമാണ്. ആ അവിശ്വാസം നമ്മിൽ വരുവാനായി 2 റീസണുകളാണ് കണ്ടത്. ഒന്ന് ആകുലത, 2 സാഹചര്യം. ഇതിനെ രണ്ടിനെയും നാം ദൈവിക വിശ്വാസത്താൽ, ദൈവം നമ്മിൽ പകർന്ന വിശ്വാസത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. രണ്ടാമത്തത് വിശ്വാസിയുടെ എതിരാളിയെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഒറ്റ എതിരേ ഉള്ളൂ, അത് പിശാചാണ്, സാത്താനാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്ര. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമുക്ക് പോരാട്ടമുള്ളത്, എനിക്ക് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല. ഹല്ലേലൂയ. സാത്താനോടാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ യാക്കോബ് പറഞ്ഞ വാക്യം ഞാൻ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഓർമ്മിക്കുന്നു. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. പത്രോസും അതേ കാര്യം തന്നെ പറയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യങ്ങളിലേക്ക്, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങാണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. 9-ാമത്തെ വാക്യം, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കുവിൻ. ഇതാ പത്രോസ് അപ്പോസ്തലനും അതേ നിലയിൽ എന്നോട് നിങ്ങളോട് പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഒരുമിച്ച് ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് ശത്രുവിനോട് എതിർത്ത് നിന്നാട്ടെ, നിങ്ങൾ നിശ്ചയമായി ജയം പ്രാപിക്കും. ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ഒന്നുകൂടെ നാം തിരിച്ചറിയാം, വിശ്വാസത്തിന്റെ എതിരാളി അവിശ്വാസമാണ്, വിശ്വാസിയുടെ എതിരാളി സാത്താനാണ്. ഈ 2 മേഖല ഞാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നു മുതൽ വിളിച്ച ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാഴ്ചയല്ല വിശ്വാസത്താൽ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഉണരട്ടെ, ഇവർ വിശ്വാസത്തിൽ ജയിക്കുന്നവരായി തീരട്ടെ. കർത്താവെ, ഇവരെല്ലാ വിഷയത്തിനകത്തും കർത്താവ് കരം പിടിച്ച് മുമ്പോട്ട് നടത്താൻ പോകുന്നതിനായി നന്ദി. കർത്താവ് ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെയും ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങളെ കാക്കുമാറാകട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.